ഹലോ ഞാനാ താങ്ക് യു. ഇതേതാ ഈ കുരിശ്? இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാള് കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ഉണ്ട് തമ്പിയേ. സോറി, ഞാൻ അടിച്ച ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റ്. നാട്ടുണ്ടോ? എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രെയിൻ ഓ വേണ്ടേ? ഒരിക്കലും മറക്കില്ല കേട്ടാ. താങ്ക് യു. സോറി 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 സോറി. By the way, I am Ram, Rekhu Ram. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ, ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല, നീ സത്യമായിട്ടും ഇല്ല. അല്ല, ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്നേ. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படியല്ലോ? சின்ன பசங்க மாதிரி. சார் வந்து ஃப்ரண்ட்ல உட்காருங்க. அது நியாயம். நீ என் நண்பன். உன் பேர் என்ன? என் பேரா சீரவேலு பாண்டியன். ஆனா நான் உன்னை சீருன்னே വിളിക്കും. ஆமா சார். സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. എടാ ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. എനിക്ക് വന്ന് ചിന്ന വയസ്സിലേ കൂമ്പ് പാടി പോയി. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പോഴേ ചേട്ടാ ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പൊൻവഴിയില്ലേ പെങ്ങളെ. എടാ ചീരു, നീ വണ്ടി എടുക്കണം. ബാക്കി നമുക്ക് വണ്ടി എടുക്കണ്ട കീലുകുട്ടാ. റെഡി തലൈവരെ. വണ്ടിക്ക് ഏതോ ചിന്ന പ്രോബ്ലം. ഒരു നിമിഷം. എന്നാ ചീരു, എന്നെ പ്രോബ്ലം? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிரலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே, நான் தனியே பண்ணிரலாம். நான் சரி பண்ணிரலாம். നീ ശരി പണിയില്ലേ? എനിക്ക് കുഴപ്പമില്ല. അതെ, ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാൾ വെള്ളം അടിച്ച് ഊരി തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ, ഇത് വലിയ കോടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടണം പ്ലീസ്. അണ്ണാ, ഇതുപോലെ നടക്കോ? ഇല്ല തമ്പി, നാളെ കാലയില് മെക്കാനിക്ക് വരെ വേണം. എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ നിന്ന് ഒരു അടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഒരു വേല പണലാമേ. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ, ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? വേറെ ഇടമാ. ഇങ്ങ പക്കത്തിൽ ഒരു ബംഗ്ലാ ഇருக்கு. அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்ட். அவன் கிட்ட போய் என் பேரு சொன்னா போதும். போதும். அப்போ உன் பேர் என்ன? என் பேரு சீரு. சீரு சீரு. ரொம்ப தேங்க்ஸ் அண்ணா. ரொம்ப தேங்க்ஸ். தலைவரே, நீங்க எங்க போற? நான் அவரு கூட போறேன். இன்னைக்கு இந்த லோറിயில നമുക്ക് சேர்ந்து தூங்கலாமே. വേണ്ട ചീരു, ഞാൻ ഇന്ന് അവരുടെ കൂടിക്കോളാം. നമുക്ക് നാളെ കാണാം. നാളെ കണ്ടിപ്പാ വരുവാ. വരും. தலைவரே, நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட்டு ഞാൻ തനിയെ கடவுளே. എന്താ മകനെ വഴിതെറ്റിയോ?
ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായ വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ ഞാനുണ്ട്. അതെ ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. ഇയാളെന്താ കുറുക്കനാണ്? പോകുന്നുണ്ടില്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ വേഗം നടക്കും മീനു. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വിനോദം ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണു കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ലേ അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാളെവിടെ? ആ കള്ളുകൂടിനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല ഇനി എത്ര ദൂരം വെച്ചാൽ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോ കാട്ടിനകത്തായി. അതെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ചാക്കോ അവരെ ഒറ്റയ്ക്ക് വിടല്ലേ, നീ കൂടെ ചെല്ലി. നിക്ക്, ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്. പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാം എന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ. നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഒരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല. നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആവും. അതെ അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയി മതി. മാറി നിന്നിട്ട് ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. കാടാ, രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്, ഇത് എവിടെ പോയി കിടക്കും? വഴി മനസ്സിലാവുന്നില്ലല്ലോ. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റി കറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയേ. അല്ലെങ്കിൽ ഇവിടെ പ്രാന്തായി. തന്റെ ചുറ്റിക്കളിയും കാങ്ങൊക്കെ ഇതാ അവിടെ ഇരിപ്പുണ്ട്. എവിടെയാട്ടാ? ഓ ഞാനൊരു പാവം കള്ളുകൂടിയൻ. നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാട്ടെ. ചേട്ടാ പ്ലീസ്. ചേട്ടൻ? ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമോനെ. നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്ട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുള്ളവർ. പോയാട്ടെ.